പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിക്സ് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം ഇതാണ്. ഒരു വീക്കെൻഡ് ആയിട്ട് പോകാൻ പ്ലാൻ ചെയ്തതാണ്. ശരിക്കും വീക്കെൻഡ് ഒന്നും അല്ല, സ്വയം തൊഴിലായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഓഫ് എടുക്കാൻ പോകാം. ആരോടും ചോദിക്കാനും പറയാനുമില്ല. ഒറ്റയ്ക്കല്ല, എൻ്റെ ബീവിയും കൂടെ ഉണ്ട്. പുള്ളിക്കാരിയാണ് ഇന്ന് എൻ്റെ ക്യാമറ വുമൺ. ഒരുപാട് ദൂരമുള്ള യാത്രയൊന്നുമല്ല, ജസ്റ്റ് 125 കിലോമീറ്റർ ഉള്ളൂ. അതുകൊണ്ട് റെയിൻകോട്ടും അത്യാവശ്യം സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ രാവിലെ 7 മണിക്ക് തന്നെ ഇറങ്ങി. വീട്ടിൽ നിന്ന് നേരെ പോയത് പമ്പിലേക്കാണ്. അവിടെ പോയി 800 രൂപയുടെ പെട്രോൾ നമ്മൾ അടിച്ചു. ഇപ്പോൾ കാണിക്കുന്ന മൈലേജ് 33.6 ഫുൾ ടൈം ഞാൻ ടൂർ മോഡിൽ മാത്രമേ വണ്ടി ഓടിക്കാറുള്ളൂ, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ. ഫസ്റ്റ് സർവീസിന് മുമ്പ് ഒരു 36-37 ഒക്കെ കാണിക്കുമായിരുന്നു. ഇപ്പോൾ അത് കാണിക്കുന്നില്ല. ഫസ്റ്റ് സർവീസിന് ശേഷമാണ് കേട്ടോ ഈ ഇഷ്യൂ. 7 മണിക്ക് ഇറങ്ങി നമ്മൾ കൃത്യം 8:30 ആയപ്പോൾ കോട്ടയം കറുകച്ചാലെത്തി. അപ്പോൾ നമ്മളിത് പോകുന്നത് വാഗമണിലേക്കാണ്. വാഗമണിൽ വെറുതെ കറക്കാൻ പോകില്ല. അവിടെ ബൈക്കേഴ്സിന് വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ആ പ്രോപ്പർട്ടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ അതായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് മഴ അറിയപ്പോൾ തന്നെ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വളരെ ലൈറ്റായിട്ട് 3 അപ്പവും 1 മുട്ടക്കറിയും. ചായ ചോദിച്ചു, പക്ഷേ ചായ ഇല്ല. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത്. രാവിലെ ചായ കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. കറക്റ്റ് 10:30 ആയപ്പോൾ കരിക്കാട് വ്യൂ പോയിന്റിലെത്തി. ഹൈ റേഞ്ച് കയറി കഴിഞ്ഞാൽ ശരിക്കും കോട വേണം. കോട ഇല്ലെങ്കിൽ ആ ട്രിപ്പിന് ഒരു സുഖം കാണില്ല. ഇതേ ആ മുകളിൽ അങ്ങിങ്ങായി കുറച്ച് കോടമഞ്ഞ് കണ്ടു. പിന്നെ അന്നത്തെ ദിവസം ഈ ഒരു സാധനം കാണാനേ പറ്റിയിട്ടില്ല. ചെറിയൊരു മഴ അറിയുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നല്ല കോടമഞ്ഞ് കിട്ടിയാൽ എന്ത് ചെയ്യാനോ നമുക്ക് ഭാഗ്യമില്ലാതായി പോയി. കോടമഞ്ഞ് ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ ക്ലൈമറ്റ് നല്ല തണുത്തിട്ടായിരുന്നു. അവിടെ ഞാൻ നേരെ പോയത് നേരത്തെ ഞാൻ പറഞ്ഞ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ. ആ പ്രോപ്പർട്ടിയിലേക്ക് ആർക്കും എൻട്രി ഇല്ല. ഈ കാണുന്നതാണ് ആ പ്രോപ്പർട്ടി. പക്ഷെ നമുക്ക് സ്പെഷ്യലായിട്ട് എൻട്രി കിട്ടിയിട്ടുണ്ട്. ബൈക്കേഴ്സിന് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്ത ഒരു പാക്കേജ് തന്നെ ഇവർക്കുണ്ട്, പ്രത്യേകിച്ച് ADV ഉപയോഗിക്കുന്നവർക്ക്. അകത്ത് കയറി ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത റീലിൽ അപ്ലോഡ് ചെയ്യാം. ബൈക്കുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ഫോളോ ചെയ്തോ. നിങ്ങൾക്ക് ഇതുപോലെ ഓഫർ വേറെ കിട്ടില്ല, അത് ഉറപ്പാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആർടിക്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം ഈ കോർണറിങ് നമ്മുടെ സിറ്റിംഗ് പൊസിഷനും. എത്ര ലോങ് റൈഡ് പോയി കഴിഞ്ഞാലും നമുക്ക് മടുക്കൂല, നമുക്ക് ക്ഷീണം തോന്നില്ല. അതാണ് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത. അവിടെ ഞങ്ങളെ കുട്ടിക്കാനം പോയി ഫുഡും കഴിച്ച് നേരെ ചാലിക്കുളം കണ്ട് പരുന്തുംപാലം കണ്ടിട്ട് ഞങ്ങളുടെ വീക്കെൻഡ് റൈഡ് ഞങ്ങൾ അവസാനിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ ഓഫറിനെ കുറിച്ച് നിങ്ങൾ മറക്കണ്ട. അപ്പോൾ അടുത്ത റീലിൽ കാണാം. അപ്പോൾ ശരി എന്നാൽ.